നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പോളിംഗ് ശതമാനത്തിലല്ല, പ്രചരണത്തിന്റെ തുടക്കം മുതൽ ജനങ്ങൾ നൽകിയ പിന്തുണയിലാണ് പ്രതീക്ഷയെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അതേസമയം UDFന് ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായെങ്കിലും സ്ഥാനാർത്ഥികളും മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. LDFന്റെ 90% വോട്ടുകളും പോൾ ചെയ്തു. പ്രചാരണ ദിവസത്തിന്റെ തുടക്കം മുതൽ ലഭിച്ച ജനപിന്തുണ ഉറച്ച വിജയപ്രതീക്ഷയാണ് നൽകുന്നതെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. LDFന്റെ ഉറച്ച വിജയപ്രതീക്ഷയാണ് എല്ലാ ഇടതുമുന്നണി പ്രവർത്തകർക്കുമുള്ളത്. അത് ഈ നാട് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല. അതേസമയം UDF ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഇതിൻ്റെ ആദ്യഘട്ടം മുതലുള്ള കൺവെൻഷൻ മുതലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടന വേളയാണെങ്കിലും കുടുംബയോഗങ്ങളാണെങ്കിലും എല്ലാ ഇടങ്ങളിലും അത് കൃത്യമായി അതിനകത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി സമയബന്ധിതമായി തീർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൃത്യമായി അതിൻ്റെ എൻജിനീയറിംഗ് കോൺഗ്രസിൻ്റെ UDFന്റെ നേതൃത്വം നടത്തി എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. തുടക്കം മുതൽ വിവാദങ്ങളിൽ പ്രതിസന്ധിയിലാകുന്ന UDFനെയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് UDFന്റെ ആശങ്ക. അതേസമയം 8000-ഓളം വരുന്ന പുതിയ വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി M സ്വരാജിന് ലഭിച്ച ജനപിന്തുണയിലാണ് LDF പ്രതീക്ഷ. NDAക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാകാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, നിലമ്പൂർ.